ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. ഈ എല്ലാം നല്ല ക്യൂട്ടാ. ക്രിസ്മസ് സാധനങ്ങളൊക്കെ കിട്ടിയോ? ക്രിസ്മസ് പപ്പ അതിനകത്ത് പെട്ടുപോയി. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഇന്ന് സത്യം പറഞ്ഞാൽ നമ്മൾ ഒരു ക്രിസ്മസ് ഷോപ്പിങ്ങിന് വേണ്ടി ഇറങ്ങിയിരിക്കുക. ഞാൻ 2 ദിവസം മുന്നേ പുത്തമ്പള്ളിയിൽ അവിടെ പോയിട്ട് കുറേ ക്രിസ്മസ് ഡെക്കറേഷന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ മേടിച്ചു. പക്ഷെ എനിക്ക് എപ്പോഴും പോകണമെന്നുണ്ടായിരുന്ന ഒരു സ്ഥലമായിരുന്നു ഒല്ലൂരുള്ള ഫിജി. എനിക്ക് വലിയൊരു ഫിജി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ പോയിട്ടുണ്ടായിരുന്നില്ല. അന്ന് പുത്തമ്പള്ളിയുടെ അവിടെ ഞാൻ പോയി പർച്ചേസ് ഒക്കെ ചെയ്ത സമയത്ത് ഞാൻ വ്ളോഗിന്റെ കാര്യം ഓർത്തിട്ടുണ്ടായിരുന്നില്ല. വ്ളോഗ് എടുക്കണം എന്നുള്ളൊരു പ്ലാനേ ഉണ്ടായിരുന്നില്ല. കാരണം അന്ന് ആകെ ഹറിബറി ബിസി അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ പുത്തമ്പള്ളീൻ്റെ ആ ഒരു സ്ഥലത്ത് നമുക്ക് വ്ളോഗ് എടുക്കാനുള്ള ആ ഒരു സ്പേസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ പിന്നെ അപ്പോൾ ഇന്ന് നമ്മൾ ഇങ്ങോട്ട് വന്നിരിക്കുക, ഇവിടെ ഒല്ലൂരുള്ള ഫിജിയിലേക്ക്. അപ്പോൾ ഇന്ന് ഇവിടെയും പിന്നെ വേറെ 2-3 സ്ഥലങ്ങളൊക്കെ ഞാനിങ്ങനെ നോക്കി വെച്ച സ്ഥലത്തൊക്കെ പോകണം എന്നുള്ളൊരു പ്ലാനിലാണ് ഇന്ന് ഇറങ്ങിയിരിക്കുന്നത്. ഞാനും അമ്മയും ആൻറ്റിയും ഉണ്ട് ഷോപ്പിങ്ങിനായിട്ട്. അപ്പോൾ ഓക്കെ, യെസ്, ഇന്ന് ക്രിസ്മസിൻ്റെ വ്ളോഗ് എടുക്കുകയാണെങ്കിൽ എനിക്ക് പ്ലാൻ ഉണ്ടായിരുന്നു എന്തെങ്കിലും ക്രിസ്മസ് തീമിൽ ഡ്രസ്സ് ചെയ്യാം, റെഡോ അല്ലെങ്കിൽ ബ്ലാക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്രിസ്മസി ആയിട്ട് ഡ്രസ്സ് ചെയ്യണം, അങ്ങനത്തെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു എനിക്ക്. പക്ഷെ ഈ ഡ്രസ്സ് എനിക്ക് പുതിയത് കിട്ടിയതാ, എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ പേജിൽ നിന്ന് സെൻഡ് ചെയ്തതാ ഈ ഒരു ഔട്ട്ഫിറ്റ്. അപ്പം ഞാൻ ഓർത്തു എനിക്കാണെങ്കിൽ പുതിയത് എന്തെങ്കിലും കിട്ടി കഴിഞ്ഞാൽ അപ്പം അതന്നെ പെട്ടെന്ന് തന്നെ ഇട്ട് എനിക്കത് ഇറങ്ങണം. അങ്ങനെയാണ്, എനിക്കിഷ്ടമാണ് അങ്ങനെ ചെയ്യാൻ. അപ്പോൾ അത് കാരണം കൊണ്ട് അപ്പോൾ ഞാൻ ഇന്ന് ഇതിട്ടു. ഇതൊരു അവരുടെ ക്രിസ്മസ് കളക്ഷനിലുള്ളത് തന്നെയാണ്. അപ്പോൾ ഇതാണ് ടോട്ടൽ ഔട്ട്ഫിറ്റ്. അത് ഞാൻ വേറെ ക്ലിപ്പ് കാണിച്ചു തരാം. അപ്പോൾ അങ്ങനെ, അപ്പോൾ ഞാൻ ഇനി കയറാൻ പോവാം. ഇവിടെ കയറിയിട്ട് ഞാൻ ഇവിടെ വീഡിയോഗ്രാഫി അലൗഡ് ആണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അപ്പോൾ ഉണ്ടെങ്കിൽ ഞാൻ പറ്റുകയാണെങ്കിൽ ഞാൻ അതിനകത്ത് കുറച്ച് നല്ല സാധനങ്ങളൊക്കെ കാണുകയാണെങ്കിൽ ഞാൻ അതും കൂടെ കാണിച്ചു തരാം. ഇവിടെ കുറേ ക്യൂട്ടായിട്ടുള്ള ക്രിസ്മസി ആയിട്ടുള്ള കുറേ കപ്സും പിന്നെ പ്ലേറ്റ്സ്, പിന്നെ നല്ല രസമുണ്ട്. എല്ലാം നല്ല ക്യൂട്ടാണ്. പ്രൈസ് ഉണ്ട്, പക്ഷെ എല്ലാം നല്ല ക്യൂട്ടാണ്. നല്ല ക്യൂട്ടായിട്ടൊക്കെ ഡെക്കോർ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ളവരാണെങ്കിൽ ഈ ഒരു സ്ഥലം ഞാൻ നന്നായിട്ട് സജസ്റ്റ് ചെയ്യും. കുറേ ഉണ്ട്, ഭയങ്കര ഇഷ്ടമായി. ഓരോന്നും എടുക്കുമ്പോൾ നമുക്ക് കൊണ്ടുപോകാൻ തോന്നും. അതുപോലെയാണ് എല്ലാതും. പ്ലേറ്റ്സ് ഉണ്ട്, പിന്നെ ഇത് കഴിഞ്ഞ് ഇതിനപ്പുറത്ത് കുറേ റീഡ്സ് ഉണ്ട്, പിന്നെ പ്രീ ഡെക്കോർ ചെയ്യാനുള്ള കുറേ ചെറിയ ചെറിയ ഡെക്കറേഷൻ സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എല്ലാം നല്ല ക്യൂട്ട് സംഭവങ്ങളാണ്. അപ്പോൾ യെസ്, ഇതാണ് നല്ലത്. കിട്ടിയോ ആശിൻ്റെ ഷോപ്പിങ്ങിനൊക്കെ? ക്രിസ്മസിൻ്റെ സാധനങ്ങളൊക്കെ കിട്ടിയോ?
ക്രിസ്മസ് പപ്പ അതിനകത്ത് പെട്ടുപോയി. ഈ ഒരു ഫ്ലോർ മൊത്തം ട്രീസ് ആയിരുന്നു, ക്രിസ്മസ് ട്രീസ് ആണ് എല്ലാതും. യെസ്, ഗോൾഡൻ ആറാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മളപ്പോൾ ഫെജി പോയി വന്നു. ഫെജിയിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ നല്ല ക്യൂട്ടായിട്ടുള്ളതൊക്കെ കിട്ടി. ഇനിയിപ്പോൾ നമ്മൾ പോകുന്നത് റൊസാൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡെക്കോറിൻ്റെ സ്ഥലത്തേക്കാണ്. ഇവിടെയും കുറേ ക്രിസ്മസ് സീസൺ ആകുമ്പം ടേബിൾ റണ്ണേഴ്സും പിന്നെന്താ അങ്ങനെ കുറേ ഡെക്കറേഷൻ സംഭവങ്ങളൊക്കെ കിട്ടാറുണ്ട്. അപ്പോൾ ഇവിടെ ഒന്ന് നോക്കാമെന്ന് കരുതി ഇവിടെ വന്നിട്ടുണ്ട്. ഇത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ക്രിസ്മസിന് ഇടാൻ വേണ്ടിയിട്ടുള്ള ഡ്രസ്സുകൾ നോക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്കിന്ന് ഫുഡിൻ്റെ ഒരു കൊളാബറേഷൻ ഉണ്ട്. അപ്പോൾ അത് ക്രിസ്മസ് റിലേറ്റഡ് തന്നെ, അവരുടെ പ്ലം കേക്ക്സ് അല്ലെങ്കിൽ ഹാമ്പേഴ്സ് അതൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ഷൂട്ടാണ്. അത് കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ച് വേറെ പ്ലാൻസ് ഒന്നുമില്ല. നന്നായി വിശക്കുന്നുണ്ട്, മാത്രമേ ഒരു പ്രശ്നമുള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെയാണ്. ഇതിൻ്റെ സൈഡിലാണ്, വീടിൻ്റെ ബാക്ക് സൈഡിലായിട്ട് വരും ഏകദേശം. ഇവിടെയാണ് ഇവരുടെ സ്റ്റോർ വരുന്നത്. ദേ 16. മറ്റേ നമ്മൾ മാറ്റി വെച്ചതും 16 തന്നെയല്ലേ? 350. അപ്പോൾ ഇന്നത്തെ ഡ്രസ്സ് മേടിക്കാൻ പോകാം എന്നുള്ള പ്ലാൻ വർക്കൗട്ട് ആയില്ല. കാരണം നമ്മൾ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പം ഭക്ഷണം കഴിക്കാൻ കയറി, പിന്നെ ആകെ ടയർഡായിപ്പോയി. അപ്പോൾ പിന്നെ നമ്മൾ ഡയറക്റ്റ് നമുക്ക് 7-നായിരുന്നു ഇവിടെ ഷൂട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ ഷൂട്ടിൻ്റെ അവിടേക്ക് നമ്മൾ നേരെ വന്നു. ഇനി ഇവിടുത്തെ ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് മേ ബി നാളെ ആയിരിക്കും, അല്ലെങ്കിൽ ഫ്രീ ആവുന്ന സമയത്ത് ഡ്രസ്സ് നോക്കാനായിട്ട് പോകാം എന്നുള്ള പ്ലാനാണ്. ഇവിടെ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ഒരു ഷോപ്പാണത്. ഇവിടെ ഇമ്പോർട്ടഡ് ചോക്ലേറ്റ്സും കുക്കീസും പിന്നെ അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ, പ്രോപ്പറായിട്ടുള്ള വീഡിയോ ഹോഗേഴ്സിൻ്റെ പേജിൽ കാണാൻ പറ്റും. ഫുഡ് ബ്ലോഗിൻ്റെ ഒരു പേജുണ്ട്, അത് ഞാൻ ക്യാപ്ഷനിൽ ലിങ്ക് കൊടുക്കാം. അപ്പോൾ അതിനകത്ത് കാണാൻ പറ്റും. ഇവിടെ മിൽക്കയുടെ കുക്കീസ് ഉണ്ട്. ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. എനിക്ക് മിൽക്കയുടെ ചോക്ലേറ്റ്സ് ഇഷ്ടമാണ്, പക്ഷെ കുക്കീസ് ഉണ്ട്. പക്ഷെ ഇപ്പോൾ ഞാൻ മധുരത്തിനായിട്ട് കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ട് ഡയറ്റ് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന കാരണം കഴിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ ഷൂട്ട് കംപ്ലീറ്റ് കഴിഞ്ഞു. പക്ഷെ ഇന്നിനി ഷോപ്പിംഗ് ഉണ്ടാവും തോന്നുന്നില്ല. അപ്പോൾ ഇന്നത്തെ ഡേ കഴിഞ്ഞിരിക്കുന്നു. ഇനി വേറൊരു ദിവസം ഞാൻ എൻ്റെ ക്രിസ്മസ് ഔട്ട്ഫിറ്റിൻ്റെ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് പോകും. അപ്പോൾ അത്രയേ ഉള്ളൂ.